ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുനെസ്കോ സാഹിത്യ നഗരി ലഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ രേവതി പട്ടത്താനം പണ്ഡിത സദസ്സ് പ്രൗഢമായി നടന്നു. MT പത്മയ്ക്ക് കോഴിക്കോടിന്റെ ആദരാഞ്ജലി. ഇന്റർ കോളേജിയറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് പ്രോഷ പ്രകാശനവും സ്പോർട്സ് ലേഖകരെ ആദരിക്കലും സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ശിശുദിനത്തിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. യുനെസ്കോ സാഹിത്യ നഗരി ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ രേവതി പട്ടത്താനം പണ്ഡിത സദസ്സ് പ്രൗഢമായി നടന്നു. ശാസ്ത്ര സദസ്സ്, ഘോഷയാത്ര, ഋഗ്വേദ സംഹിത, വാഗ്വാർത്ഥ സദസ്സ്, അക്ഷരശ്ലോക സദസ്സ് എന്നിവയാൽ സമ്പന്നമായിരുന്നു പട്ടത്താനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാമൂതിരി രാജാക്കന്മാരുടെ കാലത്ത് കോഴിക്കോട്ട് നടന്നിരുന്ന പണ്ഡിത സദസ്സായ രേവതി പട്ടത്താന പാരമ്പര്യത്തിന്റെ ഓർമ്മയ്ക്കായാണ് തളി മഹാക്ഷേത്രം വർഷം തോറും രേവതി പട്ടത്താനം നടത്തുന്നത്. തളി ക്ഷേത്രത്തിൽ 3 വേദങ്ങളിലും മുറജപത്തോടെയാണ് രേവതി പട്ടത്താനത്തിന് തുടക്കമിട്ടത്. തുടർന്ന് നടന്ന ശാസ്ത്ര സദസ്സിൽ പ്രൊഫസർ ഇ രാജൻ, പ്രൊഫസർ NK സുന്ദരേശ്വരൻ, ഡോക്ടർ EN നാരായണൻ, KB വൈഷ്ണവ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പട്ടത്താന സദസ്സ് നടക്കുന്ന വാതിൽമാടത്തിൽ കൂടല്ലൂർ നമ്പൂതിരിപ്പാട് നിശ്ചയിച്ച വേദപണ്ഡിതൻ ഡോക്ടർ CE നീലകണ്ഠന് സാമൂതിരി രാജാവ് KC ഉണ്ണി അനുജൻ രാജ ആചാരപ്രകാരം പണക്കിഴി നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന രേവതി പട്ടത്താന സദസ്സ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയ കാലത്ത് രാജാക്കന്മാരുടെ പ്രത്യേക രീതി നമുക്ക് വിക്രമാദിത്യന്റെ സദസ്സൊക്കെ നമുക്കറിയാം. ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത്. ടിപ്പുവിൻ്റെ പഴയപ്പെട്ട കാലത്തിന് ശേഷം നിന്ന് പോയിട്ടുണ്ട്. നമുക്കറിയാം, ടിപ്പുവിൻ്റെ ഹൈദരാലിയൊക്കെ കടന്നു വരവ് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആകെ നശിപ്പിച്ചിട്ടുള്ളൊരു കാലം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെ നോക്കിയാലും നിരവധി, അതിൽ നമുക്കറിയാം മാമാങ്കം, നിരവധി നമുക്ക് പഴയ കാലത്തെ നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ രാജാക്കന്മാർ അന്ന് എങ്ങനെ കണ്ടിരുന്നു ആളുകളെ. സാമൂഹ്യ രാജാക്കന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം 6 നൂറ്റാണ്ടുകളിലധികം ഭരണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ അപൂർവമായിട്ടുള്ള രാജവംശങ്ങളിൽ പെട്ട ഒന്നാണ്. TR രാമവർമ്മ അധ്യക്ഷത വഹിച്ചു. മികച്ച സാഹിത്യകാരനുള്ള മനോരമ തമ്പുരാട്ടി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ RK ദാമോദരന് മായ ഗോവിന്ദ് സമ്മാനിച്ചു. ഗോവിന്ദ് ചന്ദ്രശേഖർ, PCV രേണുക, തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ B പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഋഗ്വേദ സംഹിതയ്ക്ക് പുത്തില്ലത്ത് രാമൻ നമ്പൂതിരിയും വാക്യാർത്ഥ സദസ്സിന് പ്രൊഫസർ ഇ രാജനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MT പത്മയ്ക്ക് കോഴിക്കോടിന്റെ ആദരാഞ്ജലി. കോഴിക്കോട് DCC ഓഫീസിലും ബാർ അസോസിയേഷൻ ഹാളിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MT പത്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ 100 കണക്കിന് ആളുകൾ എത്തി. വൈകിട്ട് മുംബൈയിൽ നിന്നും വിമാനമാർഗം കോഴിക്കോട്ടെത്തിച്ച മൃതദേഹം MK രാഘവൻ MP-യുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. വൈകിട്ട് 5:30 വെസ്റ്റ് ഹിൽ DCCയിൽ എത്തിച്ച മൃതദേഹത്തിൽ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും പൊതുപ്രവർത്തകർ അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹത്തിൽ കോൺഗ്രസ് പതാക പുതപ്പിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കളും സാധാരണക്കാരും പ്രിയ നേതാവിനെ അവസാനമായി കാണാനെത്തി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ആലിക്കോയ, RJD സംസ്ഥാന സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ,
യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM ജിഷാൻ, C ചാക്കുണ്ണി, ഡോക്ടർ K മൊയ്തു, NK അബ്ദുറഹിമാൻ, PC ഹബീബ് തുടങ്ങിയവർ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ബാർ അസോസിയേഷൻ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. 14 വർഷത്തോളം കോഴിക്കോട്ടെ വിവിധ കോടതികളിൽ MT പത്മ അഭിഭാഷകയായി പ്രവർത്തിച്ചിരുന്നു. മേയർ ബീന ഫിലിപ്പ്, RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ, BJP സംസ്ഥാന സെക്രട്ടറി KP ശ്രീശൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് MG അശോകൻ തുടങ്ങിയവർ ബാർ അസോസിയേഷൻ ഹാളിൽ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഗാന്ധി റോഡിലെ വീട്ടിലെത്തിച്ച മൃതദേഹം വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്റർ കോളേജിയറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ബ്രോഷർ പ്രകാശനവും സ്പോർട്സ് ലേഖകരെ ആദരിക്കലും സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. CICS കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന്റെയും PKC ICS ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും നേതൃത്വത്തിൽ ഇന്റർ കോളേജിയറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ബ്രോഷർ പ്രകാശനവും പാരീസ് ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്ത സ്പോർട്സ് ലേഖകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. പാരീസ് ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി സീനിയർ സബ് എഡിറ്റർ K സുരേഷിനെയും ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂരിനെയുമാണ് ആദരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിനായിട്ട് ചെലവാക്കിയത്, അല്ലെങ്കിൽ അവരുടെ പരിശീലനം മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെലവാക്കിയത് 480 കോടിയോളം രൂപയാണ്. ഈ 480 കോടി ചെലവാക്കിയിട്ടും നമുക്കൊരു സ്വർണ്ണം കിട്ടിയില്ല. അതാണ് നിരാശ എന്ന് പറയുന്നത്. കാരണം കൊച്ചു കൊച്ചു രാജ്യങ്ങൾ പോലും സ്വർണം നേടുന്നുണ്ട്. കെനിയ, എത്യോപ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, കൊച്ചു രാജ്യങ്ങളാണ്, പട്ടിണി രാജ്യങ്ങളാണ്. അവരെ കണ്ടാൽ തന്നെ നമുക്കൊരു സഹതാപമാണ് തോന്നുക, അവിടുത്തെ കായിക താരങ്ങളെയൊക്കെ കണ്ടാൽ. പക്ഷെ അവർ മത്സരക്കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത പ്രകടനമാണ്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ ബ്രോഷർ പ്രകാശനവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ കുട്ടിയാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഡോക്ടർ V റോയ് ജോൺ, K സുരേഷ്, കമാൽ വരദൂർ, ഓർഗനൈസിംഗ് കൺവീനർ പ്രൊഫസർ M മുഹമ്മദ് ബഷീർ, സക്കറിയ ഹൈഡേക്കർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളോടൊപ്പം ശിശുദിനം ആഘോഷിച്ച് പുതിയറ BM UP സ്കൂളിലെ കുട്ടികൾ. ശിശുദിന റാലി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP E സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയറ BM UP സ്കൂളും ചിന്താവളപ്പ് റോഷി സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളോടൊപ്പം ശിശുദിനം ആഘോഷിച്ചു. മാനാഞ്ചിറ CSI ചർച്ച് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP സുനിൽകുമാർ E ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ലോകത്ത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും യുദ്ധങ്ങൾക്കുമെതിരെ അണിനിരക്കാം എന്ന സന്ദേശവുമായി സമാധാനത്തിന്റെ പ്രതീകമായ പ്രാവിനെ ഇരു സ്കൂളുകളിലെയും കുട്ടികൾ ചേർന്ന് പറത്തി. ബാലവേലയിലും പഠിക്കാൻ സൗകര്യമില്ലാതെയും ഒക്കെ കഷ്ടപ്പെടുന്ന അനേകം കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. നമുക്ക് നല്ല സൗകര്യമുണ്ട് അല്ലെ, പഠിക്കുന്നതിന് നല്ല സ്കൂളുണ്ട്, നല്ല അധ്യാപകരുണ്ട്, നല്ല പേരൻസ് ഉണ്ട്, നമുക്ക് നല്ല ചുറ്റുപാടാണ്. പക്ഷെ ഈ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അപ്പൊ എല്ലായിടത്തും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പ്രാവിനെ ഇപ്പോൾ പറത്താൻ. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK നാസർ ശിശുദിന സന്ദേശം നൽകി. പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് K,
സിറാജ് PK, ഷജീർ ഖാൻ വയ്യാനം, സിക്കന്ദർ, ആൻസി ചീരൻ, സൂസൻ ആഗ്നസ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസും നൽകി. ബൈരായിക്കുളം സ്കൂൾ പ്രധാനാധ്യാപിക KP ദീപ്തി HRC ജില്ലാ ഡയറക്ടർ രൂപേഷിൽ നിന്നും പാത്രങ്ങൾ ഏറ്റുവാങ്ങി. ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് കോഴിക്കോട് ജില്ലയുടെ നേതൃത്വത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ബൈരായിക്കുളം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസും നൽകി. HRC ജില്ലാ ഡയറക്ടർ രൂപേഷ് സ്കൂൾ പ്രധാനാധ്യാപിക ദീപ്തി KPക്ക് സാധനങ്ങൾ കൈമാറി. പരിപാടിയിൽ HRC സെക്രട്ടറി ശ്രീജിത്ത് M, ജോയിന്റ് ഡയറക്ടർ സുരേഷ് NP, PTA പ്രസിഡന്റ് ശേഖർ C, അധ്യാപകൻ ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. എന്തായാലും നിങ്ങൾക്ക് ഇപ്രാവശ്യം ഞങ്ങളൊരു വാട്ടർ പ്യൂരിഫയറും നിങ്ങൾക്ക് വെള്ളം, ഇപ്പൊ നമുക്കറിയാം കോഴിക്കോടൊക്കെ വെള്ളത്തിന്റെ അംശം എന്ന് പറഞ്ഞാൽ വളരെ മഞ്ഞപ്പിത്തം പിടിച്ചത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം കുടിക്കുന്നതിന്. അതുകൊണ്ട് നമ്മൾ വലിയൊരു എമൗണ്ട് ചെലവായി നമ്മളെ ക്ലബ്ബ് അതുകൊണ്ട് ഇന്ന് ഇതിന്റെ കൂടെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ആ ക്ലബിന്റെ ഇതിലായിരുന്നു നമ്മൾ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അടുത്ത് തന്നെ ഇനോഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് എന്റെ മുഖം ഇവിടെ കാണാം. എന്നാൽ ഈ സ്കൂളിനോട് അത്ര അഭേദ്യമായ ബന്ധമാണ് നമുക്കുള്ളത്. HRCയുടെ അംഗങ്ങളായ ജയരാജ്, ഗിരീഷ്, ബിന്ദു, സത്യനാരായണൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ബ്രാഹ്മണ സഭ യുവജന വിഭാഗം ശിശുദിനം ആഘോഷിച്ചു. കുട്ടികൾക്കായി മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. വേദ പാഠശാല ഘനപാഠികൾ രാഹുൽ വാദ്യാർ ഉദ്ഘാടനം ചെയ്തു. കേരള ബ്രാഹ്മണ സഭ യുവജന വിഭാഗം കോഴിക്കോട് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ TBS ശ്രീ വിദ്യാഭാരതി വേദ പാഠശാല ആൻഡ് കൾച്ചറൽ സെന്റർ ട്രസ്റ്റിലെ വിദ്യാർത്ഥികൾക്കായി ശിശുദിന പരിപാടികൾ സംഘടിപ്പിച്ചു. ചിത്രരചനാ മത്സരം, മന്ത്രം ചൊല്ലൽ മത്സരം, ചപ്പാത്തി പരത്തൽ മത്സരം, വിനോദ കലാപരിപാടികൾ എന്നിവയാണ് സംഘടിപ്പിച്ചത്. വേദപാഠശാല വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമായി. വേദപാഠശാല ഘനപാഠികൾ രാഹുൽ വാദ്യാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. KBS വനിതാ വിഭാഗം സംസ്ഥാന അംഗം രുക്മിണി S, കോഴിക്കോട് ജില്ലാ KBS സെക്രട്ടറി ശിവാനന്ദൻ, ചാലപ്പുറം ഉപസഭാ പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യം SK, ചാലപ്പുറം ഉപസഭാ സെക്രട്ടറി വെങ്കടേശ്വരൻ JR, കോഴിക്കോട് യുവജന വിഭാഗം വൈസ് പ്രസിഡന്റ് ലക്ഷ്മി നാരായണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് പ്രൈസുകളും നൽകി. യുവപ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും സാംസ്കാരിക പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കേരള ബ്രാഹ്മണ സഭ യുവജന വിഭാഗത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ശിശുദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. യുവജന വിഭാഗം കോഴിക്കോട് ജില്ലാ ട്രഷറർ ആനന്ദകൃഷ്ണ H, ജില്ലാ യുവജന വിഭാഗം സെക്രട്ടറി വെങ്കിടാചലം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പുതുമുഖ സിനിമകൾ സമൂഹത്തിൽ സജീവമാകില്ലെന്ന അഭിപ്രായം അസ്ഥാനത്താണെന്നും ഇത്തരം സിനിമകൾ വിജയിച്ച ചരിത്രമുണ്ടെന്നും സംവിധായകൻ മുഹമ്മദ് മുസ്തഫ. മുറ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ക്രൂ പരിപാടിയിൽ മുറ സിനിമയുടെ സംവിധായകൻ മുഹമ്മദ് മുസ്തഫ, സിനിമയുടെ അഭിനേതാക്കൾ, അണിയറ പ്രവർത്തകർ തുടങ്ങിയവർ മാധ്യമപ്രവർത്തകരുമായി സംവദിച്ചു. പുതിയ സിനിമ മുറയ്ക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണെന്ന് സംവിധായകൻ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. 1.5 വർഷത്തിലേറെയുള്ള ശ്രമത്തിന്റെ ഫലമാണ് ഈ സിനിമ. അധ്വാനത്തിന് പകരമായി പ്രേക്ഷകർ നൽകുന്ന നല്ല പ്രതികരണങ്ങൾ സന്തോഷം നൽകുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പല സമയങ്ങളിലായിട്ട് പറഞ്ഞ ചില റിയൽ ഇൻസിഡന്റുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പല സമയങ്ങളിലായിട്ട് പറഞ്ഞു വന്ന റിയൽ ഇൻസിഡന്റുകൾ കോർത്തിണക്കിയിട്ടാണ് ഈ മുറ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കുന്നത്.
തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്യാങ്സ്റ്ററുകളുടെ കഥ പറയുന്ന സിനിമയാണ് മുറ. കുറുക്കു വഴികളിലൂടെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന 4 ചെറുപ്പക്കാരിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. അഭിനയത്തിന് മികച്ച സ്വീകാര്യത ലഭിച്ചതായി മുറയിലെ പുതുമുഖ താരങ്ങളായ ഹൃദു ഹാറൂൺ, ജോബിൻ ദാസ്, അനുജിത്ത് കണ്ണൻ, യദു കൃഷ്ണൻ, വിഘ്നേശ്വർ സുരേഷ്, കൃഷ് ഹസൻ എന്നിവർ പറഞ്ഞു. സിനിമാ തിരക്കഥാകൃത്ത് സുരേഷ് ബാബു, ക്യാമറമാൻ ഫാസിൽ നാസർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത് അധ്യക്ഷത വഹിച്ചു. AV ഫർദീസ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോഡ് തകർന്ന് നാട്ടുകാർ ദുരിതത്തിൽ. കോഴിക്കോട് കുറ്റ്യാടി ദേശീയപാതയിൽ നിന്നും ആരംഭിക്കുന്ന ചാന്തോട്ട് താഴെ പുറായിൽ മുക്ക് റോഡിലെ കോളോത്ത് താഴെ വരെയുള്ള 300 മീറ്ററോളം ടാറിംഗാണ് പൂർണ്ണമായും തകർന്നത്. ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ കാരണം രോഗികളടക്കമുള്ള യാത്രക്കാർ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്. വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത അവസ്ഥയാണ് ഇവിടെ. റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികൾ പരിഹരിക്കാത്തതിൽ 1 വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് സംസ്ഥാന പാതയിൽ ആരംഭിക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്തിരുന്നു. ജലജീവൻ പൈപ്പിടുന്നതിന്റെ ഭാഗമായി കുഴിയെടുത്തതോടെ റോഡ് പൂർണ്ണമായും തകർന്നു. കരുവണ്ണൂർ AUP സ്കൂൾ, നെടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാരാണ് ഏറെ പ്രയാസം അനുഭവിക്കുന്നത്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. വണ്ടി ഒരു ഓട്ടോറിക്ഷക്കോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടിയിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിൽ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ മാറ്റി ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രൂപത്തിലെങ്കിലും ഈ റോഡ് ആക്കിത്തരണമെന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കനാലുണ്ട്, കനാലിൻ്റെ ഓവാലം വരെ തള്ളിക്കിടക്കുകയാണ്. വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. ഈ ഒരു ശോചനീയാവസ്ഥ പരിഹരിച്ചു തരാൻ വേണ്ടി പലവട്ടം പല ശ്രമങ്ങളും നടത്തിയിട്ടും ഇതുവരെ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. ഈ റോഡിലെ പൊട്ടിപ്പൊളിഞ്ഞ 300 മീറ്റർ നടുവണ്ണൂർ പഞ്ചായത്തിന്റെ അധീനതയിലും ബാക്കിയുള്ള 800 മീറ്റർ കോട്ടൂർ പഞ്ചായത്തിന്റെ അധീനതയിലുമാണ്. കോട്ടൂർ പഞ്ചായത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം ഇന്റർലോക്ക് വിരിച്ച് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. ബേപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. മഴക്കാലത്ത് സ്റ്റേഡിയത്തിൽ പതിവായുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഉപരിതലം മണ്ണിട്ട് നികത്തുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. ടിപ്പർ ലോറിയിൽ സ്റ്റേഡിയത്തിൽ എത്തിക്കുന്ന മണ്ണ് യന്ത്രസഹായത്തോടെയാണ് നിരപ്പാക്കി വരുന്നത്. സ്റ്റേഡിയത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് നടത്തിയ നീക്കങ്ങളാണ് നവീകരണത്തിന് വഴിത്തിരിവായത്. മന്ത്രിയുടെ ഇടപെടലിൽ പ്രായോജകരുടെ സഹകരണത്തോടെയാണ് ഉപരിതലത്തിന്റെ പ്രവൃത്തി നടപ്പാക്കുന്നത്. കോർപ്പറേഷൻ പദ്ധതിയിൽ 20 ലക്ഷം രൂപ ചെലവിട്ട് നടപ്പാക്കുന്ന സ്റ്റേഡിയത്തിലെ റെസ്റ്റ് റൂം നവീകരണവും ചുറ്റുമതിൽ പുനരുദ്ധാരണ പ്രവൃത്തിയും ഇതോടൊപ്പം നടത്തുന്നുണ്ട്. ആദ്യഘട്ട പ്രവൃത്തി പെട്ടെന്ന് പൂർത്തിയാക്കി സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് ഉപയോഗസജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രതലം മണ്ണിട്ട് നിരപ്പാക്കിയാൽ സ്റ്റേഡിയത്തിൽ പരിശീലനങ്ങൾ പുനരാരംഭിക്കാനാകും. കോർപ്പറേഷൻ ബേപ്പൂർ സോണൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ഇതോടൊപ്പം മൈതാനത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓട നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. സിനിമാ തിയേറ്ററുകളുടെ സുവർണകാലത്തെ ഓർമ്മകളിൽ മറഞ്ഞ ഒരു തലമുറയെ മുഴുവനും ത്രസിപ്പിച്ച കോഴിക്കോടൻ സിനിമാശാലകളെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ. ഒട്ടേറെ സിനിമാശാലകൾക്ക് കൂടി പ്രസിദ്ധമായിരുന്നു കോഴിക്കോട് നഗരവും പരിസരവും. ഒരു കാലത്ത് ലോക ക്ലാസിക് സിനിമകൾ വരെ പ്രദർശിപ്പിച്ചിരുന്ന സിനിമാശാലകൾ കോഴിക്കോടിനുണ്ടായിരുന്നു. ഇത് കോഴിക്കോടിന്റെ ഖ്യാതിയെ അടയാളപ്പെടുത്തിയിരുന്നു. A ക്ലാസ് തിയേറ്ററുകൾ എന്ന റിലീസിംഗ് തിയേറ്ററുകൾ തന്നെ ധാരാളം ഉണ്ടായിരുന്ന നഗരമായിരുന്നു കോഴിക്കോട്. പിന്നീട് സിനിമാശാലകളെ A, B, C ക്ലാസുകളും ടാക്കീസുകളുമായി തരംതിരിച്ചു. ടെലിവിഷൻ അടക്കം മറ്റു മാധ്യമങ്ങളുടെ ആഗമനവും DTS, ഡോൾബി സാങ്കേതികതയും വന്നപ്പോൾ ടാക്കീസുകളടക്കം ചെറിയ തിയേറ്ററുകളിലും സാങ്കേതിക മാറ്റം വരുത്താത്ത വലിയ തിയേറ്ററുകളിലും ആളുകൾ കുറഞ്ഞു. ആളും ആരവവും കുറഞ്ഞ തിയേറ്ററുകൾ നിശ്ചലമാവുകയോ പൊളിക്കുകയോ ചെയ്തു. കോഴിക്കോട് നഗരത്തിന്റെ മുഖമുദ്രയായ തിയേറ്ററുകൾ വിസ്മൃതിയിലേക്ക് ആണ്ടത് സിനിമാ പ്രേമികൾ നിസ്സഹായരായി നോക്കി നിന്നു. ഇതിൽ ആദ്യത്തേതാണ് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടക്കുമ്പോൾ തന്നെ കോടതി ഇടപെടലിനെ തുടർന്ന് അടച്ചുപോയ KTCയുടെ സംഘം തിയേറ്റർ.
ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ വൻ ഹിറ്റുകളടക്കം ഒട്ടേറെ സിനിമകൾ റിലീസ് ചെയ്ത ഈ എ ക്ലാസ് തിയേറ്റർ പഴയ പ്രതാപത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഒരു ദുരന്ത സ്മാരകം പോലെ ഇന്നുമുണ്ട്. KTCയുടെ തന്നെ പൊളിച്ചു നീക്കപ്പെട്ട മറ്റൊരു തിയേറ്ററാണ് കല്ലായി റോഡിലെ പുഷ്പ. ഈ തിയേറ്ററിനെ ഓർക്കാൻ ഇന്ന് പുഷ്പ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നിരവധി ഹിറ്റ് ചിത്രങ്ങളെ കോഴിക്കോട്ടുകാർക്ക് സമ്മാനിച്ച MM അലി റോഡിലെ ഡേവിഡ്സൺ തിയേറ്ററും പൊളിച്ചു നീക്കപ്പെട്ടു. മലയാളത്തിലെ ആദ്യ 3D ചിത്രമായ നവോദയയുടെ കുട്ടിച്ചാത്തൻ വരെ റിലീസ് ചെയ്ത കോഴിക്കോട്ടെ ഹൈടെക് തിയേറ്ററായിരുന്നു മാവൂർ റോഡിലെ ബ്ലൂ ഡയമണ്ട്. പൊളിച്ചു മാറ്റിയ തിയേറ്ററിനെ അനുസ്മരിപ്പിച്ച് ഇപ്പോൾ ബ്ലൂ ഡയമണ്ട് മാളും മൾട്ടിപ്ലക്സും നിലവിൽ വന്നു. നീക്കം ചെയ്യപ്പെട്ട ടാക്കീസുകളും തിയേറ്ററുകളും നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ ഏറെയുണ്ട്. കല്ലായി ലക്ഷ്മി, മാങ്കാവ് അശോക, പൊക്കുന്ന് ഗീത, ബേപ്പൂർ ഷാജി, മാത്തോട്ടം വിജിത്ത്, അരീക്കാട് കൃഷ്ണാർജുൻ, മീഞ്ചന്ത രാജ, നല്ലളം ഗിരീഷ്, വെഷ്ടിയിൽ ഗീത, രാമനട്ടൂർ ബാലകൃഷ്ണ, മെഡിക്കൽ കോളേജ് സരോജ് എന്നിവ അവയിൽ ചിലതു മാത്രം. ആധുനിക തിയേറ്ററുകളിൽ പ്രേക്ഷകൻ നിറയുമ്പോഴും പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഈ സിനിമാശാലകളിലെ ആരവം ഇപ്പോഴും മുഴങ്ങുന്നു. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുടുംബസംഗമവും കലാകായിക മത്സരങ്ങളും സ്നേഹോത്സവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു. KK അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. അനുശോചന പ്രമേയ അവതരണവും കൈത്താങ് വിതരണവും നടന്നു. കമ്പവലി മത്സരം, ഓട്ടമത്സരം, നടത്തം, ഷോട്ട്പുട്ട്, കസേരകളി എന്നീ കായിക മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി. കിഴക്കോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സജി ദത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KK അബ്ദുൾ ജബ്ബാർ, KK വിജയൻ, UP അബ്ദുൾ സമദ്, മിനി പുതിയോട്ടിൽ, സലാം തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുനെസ്കോ സാഹിത്യ നഗരി ലഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ രേവതി പട്ടത്താനം പണ്ഡിത സദസ്സ് പ്രൗഢമായി നടന്നു. MT പത്മയ്ക്ക് കോഴിക്കോടിന്റെ ആദരാഞ്ജലി. ഇന്റർ കോളേജിയറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് പ്രോഷ പ്രകാശനവും സ്പോർട്സ് ലേഖകരെ ആദരിക്കലും സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ശിശുദിനത്തിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.